അപ്പോൾ വിട്ടാലോ? വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, മേക്കപ്പൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ഇപ്പോൾ പോരാത്തതിന് നമ്മുടെ ഇടവകയിലെ പള്ളിപ്പെരുന്നാളാണ്, അതായത് നമ്മളുടെ തൊട്ടടുത്തുള്ള പള്ളിയിലാണ്. അപ്പോൾ അതും എല്ലാ വർഷവും കാണാൻ പോകാറുണ്ട്. കുറച്ച് നേരമൊക്കെ കണ്ടിട്ടാണ് വീട്ടിലേക്ക് വരാറ്. അങ്ങനെ ഞാൻ എൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഈ പറഞ്ഞ പോലെ നോർമലി ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ആ എന്താ പറയുക, ഒരു ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ, പിന്നെ ഈ വട്ടം ഞാൻ പ്രൈമറും കൂടുതലായിട്ട് യൂസ് ചെയ്തു കേട്ടോ. കാരണം വേറെ ഞാൻ എന്താ പറയുക, സംഭവങ്ങളൊന്നും ഇടുന്നില്ല. BB ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ BB ക്രീമും എല്ലാതും അടിപൊളിയായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം എനിക്ക് വലിയ ഫൗണ്ടേഷൻ ഒത്തിട്ട് ലാസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ BB ക്രീം ഇട്ടത്. അതാകുമ്പോൾ പണി പെട്ടെന്ന് കഴിഞ്ഞുമല്ലോ. അങ്ങനെ ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക, മസ്കാര എന്ന് പറഞ്ഞാൽ ഐ ഷാഡോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് ഈ ബ്രഷിനേക്കാളും കൂടുതൽ ഇഷ്ടം മെയിനായിട്ടും കൈ തന്നെയാണ്. എനിക്ക് ഗ്ലിറ്ററൊക്കെ വരുമ്പോൾ, അതായത് ചെറിയ ഗ്ലിറ്ററുകളതൊക്കെ ഇടുമ്പോൾ എനിക്ക് കൈ കൊണ്ട് ഇടുമ്പോഴാണ് എനിക്ക് ചിലപ്പോൾ ഒരു ഫിനിഷിങ് തോന്നാറ്. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണെഴുതി. കണ്ണ് ഞാനിപ്പോൾ ഒരു ഫേസസിൻ്റെ അടിപൊളി ഒരു കാജൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ജെറ്റ് ബ്ലാക്ക് കിട്ടും. അങ്ങനെ അത് വെച്ച് യൂസ് ചെയ്ത് മസ്കാര ഇട്ടു. ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതായത് മെബലൈൻ്റെ ടെഡി ടിൻറ്റ് കീപ്പ് ഇറ്റ് കോസി. എല്ലാവരും ഓർത്ത് വെച്ചോളൂ, കീപ്പ് ഇറ്റ് കോസി അടിപൊളിയാട്ടോ. കാരണം കുറേ ലാസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ എന്ത് കഴിച്ചാലും സംഭവം പോവില്ല, അവിടെ തന്നെ കിടന്നോളൂ. പിന്നെ ഒരു ബ്രൗണിഷ് ഒരു ഓറഞ്ച് ഒരു ഷെയ്ഡാട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് തന്നെ ഇട്ട്, അത് കഴിഞ്ഞ ശേഷം ഞാനൊരു കോമ്പാക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തത്. കോമ്പാക്റ്റ് യൂസ് ചെയ്ത് നന്നായി എന്താ പറയുക, ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് സുന്ദരിയായി. അതിനുശേഷം ഞാൻ ഈ ഡ്രസ്സായിട്ട് ഇടുന്നത്. കാരണം ഞാൻ വേറെ എന്താ പറയുക, സൽവാർ കുർത്തീസൊന്നും ഇടാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് വിചാരിച്ചു, അതിനുശേഷം ഞാൻ വിചാരിച്ചു ഈ ഒരു ജീന് ടോപ്പ് ഇടാമെന്ന്. അതിനുശേഷം കുറച്ച് നേരം അവിടെ നിന്നു. ഫസ്റ്റ് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പള്ളിയൊക്കെ ചുറ്റിക്കറങ്ങി. കുറേ പ്രൈഡേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാ പള്ളിയിലും ഉണ്ടല്ലോ. ഇപ്പം എല്ലാത്തിലും കൂടുതലും എനിക്ക് തോന്നുന്നു വർഷം കൂടുന്തോറും കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയതുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം നോർമലി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം കാണാറില്ല. റൈഡേഴ്സ് കുട്ടികളുടെ ആണെങ്കിലും വലിയവർക്കായാലും ഒക്കെ കയറാൻ പറ്റുന്നത്. അപ്പം ഞാൻ അതിലൊക്കെ കുറച്ച് നേരം കയറി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരെ ഇറങ്ങി. അപ്പം ഇങ്ങനെ ഈ ഓരോ ഇടവകയായിട്ട് അവരുടെ ബാൻഡ് സെറ്റ്, അതുപോലെ തന്നെ ഈ മ്യൂസിക്, അതുപോലെ തമ്പുല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓരോ സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു സെറ്റ് കണ്ടു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത സെറ്റ് വന്നു. കുറച്ച് നേരം അതും കണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും വേറൊരു സെറ്റും വന്നു. എങ്ങനെയുണ്ട് കൂട്ട്? പെടസാനായിട്ടില്ലേ? എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഈ നാസിക് ഡോൾ തന്നെയാട്ടെ, ഈ തമ്പോല നാസിക് ഡോൾ തന്നെയായിട്ട് ഇഷ്ടം. കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ട് പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ച അപ്പോഴേക്കും ഓരോ സെറ്റായിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നെ സമയം കുറേ ആയി, പ്രത്യേകിച്ച് എന്താ പറയുക, നല്ല തിരക്കുമായപ്പോൾ ഞാൻ പതിയെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.